ഞാൻ മെഡിക്കൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്തിരുന്നത് കുറച്ച് നാളുകൾ. അവിടെ അതിൻ്റെ ഹെഡായിരുന്ന ഒരു ഡോക്ടർ അവർക്ക് വളരെ അറിയുന്ന വളരെ പ്രിയപ്പെട്ട ഒരു അവരുടെ സ്പെഷ്യൽ ചികിത്സയിലിരിക്കുന്ന ഒരു രോഗി വന്ന സമയം അവർ പറഞ്ഞു, നമ്മുടെ ഗവൺമെന്റിന്റെ സാധാരണ സപ്ലൈ ഉള്ള അരാസിൻ, സൈറ്റരാബിൻ എന്ന് പറഞ്ഞ മരുന്നാണ് ശരിക്കും എല്ലാ രോഗികളും നമ്മുടെ RCCയുടെ ഫാർമസിയിൽ നിന്ന് വാങ്ങി എടുക്കുന്നത്. ഇവർക്ക് വളരെ താല്പര്യമുള്ള രോഗികൾ വരുമ്പോൾ മാത്രം ഇവർ പ്രത്യേകം പറയും, ഫൈസർ കമ്പനിയുടെയോ GSK കമ്പനിയുടെയോ മരുന്ന് പുറത്തുനിന്ന് വാങ്ങിയിട്ട് വരണം എന്ന്. അപ്പോൾ 3 വർഷം നടക്കുന്ന ഒരു കീമോതെറാപ്പിക്ക്, 3 വർഷത്തോളം നീളുന്ന ഒരു 1.5-2 വർഷം നീളുന്ന കീമോതെറാപ്പിക്ക് അവർ സ്വകാര്യമായി അവർക്ക് അറിയുന്ന രോഗിയോട് അവർ പറയുകയാണ്, GSK കമ്പനിയുടെയോ ഫൈസറിന്റെയോ മരുന്ന് വാങ്ങി വരണം എന്ന്. അപ്പോൾ നമുക്കിങ്ങനെ മരുന്ന് എടുക്കുന്ന ട്രേകൾ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ടാവും. അപ്പോൾ ഇന്ന ആളുടെ ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങി വെച്ചിരിക്കുന്ന ഈ മരുന്ന് കാണുമ്പോൾ നമ്മൾ പറയും, ഇന്ന മാഡത്തിന്റെ പേഷ്യൻ്റ് ആണ് എന്ന്. പുറത്തുനിന്നുള്ള ആ മരുന്ന് അവരോട് വാങ്ങാൻ ഇവർ പറയണമെന്നുണ്ടെങ്കിൽ ആ ആശുപത്രിയിൽ ബാക്കിയുള്ള രോഗികൾക്ക് കൊടുക്കുന്ന മരുന്നിൽ അവർക്ക് എന്തോ ഒരു വിശ്വാസക്കുറവുണ്ട് എന്നുള്ളതല്ലേ ഞാൻ ഒരു സ്റ്റാഫ് എന്ന രീതിയിൽ മനസ്സിലാക്കേണ്ടത് അല്ലെ. ഒരു 80-90 രോഗികളുള്ള ഒരു വാർഡില് നിലത്തും കട്ടിലിന് താഴെയും, മാത്രമല്ല ഇങ്ങനെ നിലത്തും കട്ടിലിന് താഴെയൊക്കെ കിടക്കുന്ന എത്ര മനുഷ്യത്വരഹിതമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴാണ്. അവിടെ ഒരു രോഗിയെ നിലത്ത് കിടത്തുക എന്നുള്ളത് അവർക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. പക്ഷേ മെഡിക്കൽ കോളേജിലൊക്കെ പോവുകയാണെങ്കിൽ നിലത്ത് കിടത്തുന്നത് വിഷം അടിച്ച ആളുകൾ നിലത്ത് കിടത്തും, എന്തൊരു ശിക്ഷ പോലെയൊക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചില സെലക്ട് ചെയ്ത ആളുകളുണ്ട് നിലത്ത് കിടത്താനായിട്ട് എന്നുള്ള രീതിക്കാണ്. അപ്പോൾ ഇത്രയും ഈ നിലത്തും വരാന്തയിലും ഒക്കെ കിടക്കുന്ന രോഗികൾക്ക് കുറേ ഇഞ്ചക്ഷനുകൾ കൊടുക്കുക എന്നുള്ളതിലുപരി ഒരു ക്വാളിറ്റി കെയർ കൊടുക്കാൻ, അല്ലെങ്കിൽ എന്താണ് ആ ആൾക്ക് മാനസികമായും അയാൾക്ക് എല്ലാം കൊണ്ടും എന്താണ് ആ മനുഷ്യൻ ഒരു രോഗശൈലിയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു കെയർ കൊടുക്കാനൊന്നും ഇവിടെ ഒരു നഴ്സിംഗ് സംവിധാനത്തിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കോർപ്പറേറ്റ് ആശുപത്രികൾ എങ്ങനെ വലുതാവുന്നു എന്നും അവരുടെ നിക്ഷേപങ്ങൾ എങ്ങനെ വർദ്ധിക്കുന്നുവെന്നും അവരുടെ സാമ്രാജ്യം എങ്ങനെ ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ വികസിക്കുന്നു എന്നുള്ളതും തന്നെയാണ്. അപ്പോൾ ഈ അടുത്ത് നമ്മുടെ അന്വേഷണങ്ങളിൽ കണ്ടൊരു പ്രധാനപ്പെട്ട വാർത്ത, എന്നാൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു വാർത്ത, US ആസ്ഥാനമായിട്ടുള്ള ബ്ലാക്ക് സ്റ്റോൺ, KKR എന്നീ വൻകിട കമ്പനികൾ പ്രൈവറ്റ് ഇക്വിറ്റി നിക്ഷേപമായി 10,000 കോടിയിലധികം മുടക്കി കേരളത്തിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രി ബ്രാൻഡുകളായ കിംസ്, ആസ്റ്റർ, BMH എന്നിവയുടെ നിയന്ത്രണം ഏറ്റെടുത്തു എന്നുള്ളതാണ്. 10,000 കോടിയിലധികം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ സർക്കാർ തന്നെ ഇത് വകയിരുത്തുന്ന തുകയേക്കാൾ എത്രയോ 5-6 മടങ്ങ് അധികമാണ്. 2,000 കോടിയോളമൊക്കെ ഉള്ളൂ നമ്മുടെ ആ രംഗത്തുള്ള സംഖ്യ മാറ്റിവെക്കൽ. പക്ഷെ അതിലും 5 ഇരട്ടി ഒക്കെ നിക്ഷേപമാണ് US ആസ്ഥാനമായിട്ടുള്ള കമ്പനികളിൽ നിന്ന് കേരളത്തിലെ ഹോസ്പിറ്റലുകളുടെ ഓഹരികൾ വാങ്ങുന്നതിന് വേണ്ടി ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തെ ഇത്രയധികം സാധ്യതയുള്ള, ലാഭം കൊയ്യാൻ ഇടമുള്ള ഒന്നായിട്ട് ഈ വിദേശ കമ്പനികൾ പോലും തിരിച്ചറിയുന്നതും അവർ ഈ ഇത്ര വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതും? ശരിക്കും ഏറ്റവും അപകടകരമായിട്ടുള്ള ഞാൻ ഉയർത്തിക്കാണിച്ച അതേ ഘടകവുമായി ബന്ധപ്പെടുത്തിയാണ് ഇത് കാണാൻ കഴിയുന്നത്. വലിയ എൻ്റെ നോവലിലും ഇത് ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഒരു സ്റ്റുഡൻറ് ഗ്രൂപ്പ് വരുന്നുണ്ട്, അവരുമായി നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് ഇവിടെ ചില മരുന്ന് പരീക്ഷണങ്ങൾ അത് വളരെ സട്ടിലായി അങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു അറിവ് പോലും അവിടുത്തെ നഴ്സുമാർക്കില്ല. അവരെന്താ ചെയ്യുന്നത് എന്ന് പോലും അവർക്ക് അറിയില്ല. അപ്പോൾ ഒരു വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളുമായി ചുറ്റിപ്പറ്റി, അല്ലെങ്കിൽ അവരിൽ എന്തൊക്കെ ആരാണ് അവരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പുറമേ നിന്നുള്ള വലിയ മരുന്ന് കമ്പനികളുടെ എത്രമാത്രം ഡീലുകളാണ് അതിനുള്ളിൽ നടക്കുന്നത്, ഇതിനെ എങ്ങനെ നമുക്ക് കൂടുതൽ സുതാര്യപ്പെടുത്താം എന്നുള്ള ഒരു നിലയിലുള്ള ഒരു മുന്നേറ്റവും നമ്മുടെ ഈ തേർഡ് വേൾഡ് കൺട്രീസിൽ നടക്കുന്നില്ല.
വളരെ വികസ്വര രാജ്യങ്ങൾ ഇതിലൊക്കെ വളരെ അധികം പ്രോട്ടോക്കോളുകളും അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും അവർക്ക് കൃത്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊന്നും അവിടെ മനുഷ്യാവകാശങ്ങൾക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെഡിക്കൽ പഠനങ്ങൾക്കും എന്ത് തന്നെയാണെങ്കിലും ഒക്കെ ഒരുപാട് നിയന്ത്രണങ്ങളുള്ള സ്ഥലമാണ്. ഇപ്പം യു കെ നമ്മൾ ഒരു NHS ഒരു രോഗിയെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻഫർമേഷൻസ് ഞാൻ റിസർച്ച് വർക്കുകൾക്ക് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അതിനുശേഷം 1 മണിക്കൂറെങ്കിലും നമ്മൾ അവരോടിരുന്ന് എന്ത് റിസർച്ചാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറയാതെ അവർ നമുക്ക് ഒപ്പിട്ട് തരില്ല. പക്ഷേ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തമിഴ്നാട് നടക്കുന്ന ഒരു 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 ഹോസ്പിറ്റലിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്, സാൻഗ്രിയയിൽ. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ജിപ്മറിലൊക്കെ ജോലി ചെയ്തിരുന്ന ഒരു പശ്ചാത്തലം വെച്ചാണ് ഞാനത് എഴുതിയത്. ആ ജിപ്മറിലൊക്കെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എന്ത് സർജറിയാണ് സ്വന്തം മകന് ചെയ്യുന്നത് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയും ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത അമ്മമാരൊക്കെയാണ് കുട്ടികളുമായിട്ട് വരിക. അപ്പോൾ ശരിക്കും അവരോട് ഒന്നും പറയാൻ തന്നെ തയ്യാറാകാത്ത ഡോക്ടർമാരുണ്ട്. പേടിക്കുകയൊന്നും വേണ്ട, ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യും എന്നുള്ളതല്ല, എന്താണ് ചെയ്യുന്നത് എന്ന് പോലും അവർക്കറിയില്ല. ഇതിന് എത്രമാത്രം സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എത്രമാത്രം ഇതിന് പ്രയോജനങ്ങൾ ഉണ്ടാവാറുണ്ട്, രണ്ടും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതാണോ ലാഭം, അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ഒരു തരത്തിലും ഇതിനെ അനലൈസ് ചെയ്യാനുള്ള ഒരു ഇതുമില്ലാത്ത 100 കണക്കിന് ആളുകളാണ് എൻ്റെ അറിവിൽ തന്നെ ഈ ഓപ്പറേഷനുകൾക്കൊക്കെ കൈയെഴുത്ത് അല്ലെങ്കിൽ അതിൽ പറയുന്നുണ്ട് ഇങ്ങനെ കട്ടവിരൽ പതിച്ചു കൊടുക്കുന്നത്. എന്താണ് നമ്മളിൽ ചെയ്യുന്നത് എന്നുള്ളത്. അതിൽ ഫൈസർ കമ്പനിയുടെ ഒരു മരുന്ന് പരീക്ഷണത്തെക്കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ നടന്ന കാര്യം തന്നെയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോഴും മരുന്ന് പരീക്ഷണങ്ങളെന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു ചർച്ച വരുമ്പോൾ ആദ്യം വരുന്നൊരു വിഷയം ഇതാണ്. ഫൈസർ കമ്പനി സെഫ്ട്രിയാക്സോൺ എന്ന് പറഞ്ഞ മരുന്ന് പരീക്ഷിച്ചതും അതിനുണ്ടായ ദുരന്തവും മറ്റുമൊക്കെ. അവർക്കെല്ലാം പിന്നെ നഷ്ടപരിഹാരവും മറ്റും കൊടുക്കേണ്ടി വന്നു. പക്ഷേ എത്രയോ കുട്ടികൾക്കാണ് അവർ ആ മരുന്ന് കൊടുത്തതെന്നുള്ളത്. അവിടെയുള്ള അമ്മമാർക്ക് ഇതൊരു ട്രയൽ ഡ്രഗാണ് എന്ന് അറിയില്ലായിരുന്നു എന്നുള്ളത് ആണ് ഏറ്റവും വലിയ ഇത്. ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിലൊക്കെ തന്നെ വളരെ എന്താണ് ഞങ്ങളുടെ കുട്ടികൾക്ക് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാത്ത ഒരുപാട് അച്ഛനമ്മമാരുണ്ട്. ഇതിനേക്കാളും ഒരുപക്ഷെ നമ്മൾ നോർത്തിലോട്ടൊക്കെ പോവുകയാണെങ്കിലും ഇതിനേക്കാളും പരിതാപകരമാണ് അവസ്ഥ. ഈ ബംഗാൾ, ബീഹാർ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അവർ ആശുപത്രിയിൽ പോയി സംസാരിച്ച് എന്താണ് ആശുപത്രി സംവിധാനത്തിന് അകത്ത് OP ടിക്കറ്റൊക്കെ എടുക്കേണ്ട എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഈ മന്ത്രവാദികളുടെ ഒക്കെ അടുത്ത് പോയിട്ട് നൂല് ജപിച്ച് കെട്ടുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ഇപ്പം ഇവർക്ക് നടുവിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ശരിക്കായിട്ടുള്ള ഒരു നമുക്ക് എന്തെങ്കിലും മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ ചെയ്യാൻ എളുപ്പമുള്ള ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത്. അതായത് ഒരു മരുന്നാണ്, ഒരു മെഡിക്കൽ ക്യാമ്പാണ് എവിടെയെങ്കിലും നടത്തുന്നതെങ്കിലും ഒരു ഫ്രീ ആയിട്ട് കുറച്ച് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണെന്ന് പോലും അറിയാതെ അത് വാങ്ങിച്ച് കഴിക്കാനുള്ള സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ കോർപ്പറേറ്റ് മാത്രമല്ല, നമ്മുടെ ആശുപത്രികളിൽ നമ്മൾ കൊടുക്കുന്ന രേഖകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇൻഫർമേഷൻസ് നമ്മളെ സംബന്ധിക്കുന്ന നമ്മൾ കൊടുക്കുന്ന സ്പെസിമെൻസ്, നമ്മൾ കൊടുക്കുന്ന സാമ്പിളുകൾ, നമ്മുടെ സ്റ്റഡി മെറ്റീരിയലുകൾ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ ഒരു ക്യാൻസർ സർജറി ചെയ്ത് നീക്കം ചെയ്ത ആ ശരീരകലകൾ പോലും അത് എന്താണ് ചെയ്യുന്നത്, എൻ്റെ ഡേറ്റ എന്താണ് ചെയ്യുന്നത് എന്നൊന്നും കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള സാധാരണക്കാർ ഒരിക്കലും അന്വേഷിക്കാറില്ല. ഇപ്പോൾ റിസർച്ച് വർക്കുകൾക്കും കൂടി നിങ്ങളുടെ ഇത് ഉപയോഗപ്പെടുത്തും എന്നൊരു ചെറിയ വരി, ആ വരി വായിച്ചു നോക്കണമെന്ന് പോലുമില്ല, നമ്മൾ ചിലപ്പോൾ ഒപ്പിട്ട് കൊടുക്കും. അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ എൻ്റെ ഇതുകൊണ്ട് എന്ത് പഠനമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നൊന്നും തിരക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ തിരക്കാനുള്ള ഒരു രീതിയുള്ള ഒരു ജനതയല്ല നമ്മുടേത്. അതുകൊണ്ടാണ് ശരിക്കും ഇങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ പഠനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ പറയപ്പെടുന്നതും. ഇന്ത്യ അതിൻ്റെ തന്നെ വലിയൊരു ഫേവറബിൾ പ്ലേസ്, വളരെ എല്ലാം ഒത്തിണങ്ങിയ ഒരിടമാണ് എന്ന് ഒരു തോന്നലോ
പുറം രാജ്യങ്ങളിൽ ഉള്ളത് കൊണ്ടും ആവാം. നമ്മൾ ഇതിനെ ഭയപ്പാടോടുകൂടെ തന്നെയാണ് കാണേണ്ടത്. ഇത്രയും വലിയ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മുടെ ആരോഗ്യ രംഗത്ത് ഉണ്ടാകുന്നത് നമ്മൾ വളരെ വിജിലൻ്റ് ആയിട്ട് കാണണം. എന്താണ് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ മരുന്ന്, ഇത് മുഴുവൻ ട്രയലുകളും കഴിഞ്ഞ് മനുഷ്യരിൽ പ്രയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളൊക്കെ തന്നെയാണോ, എന്താണ് ഇവർ നടത്തുന്ന പഠനം, എന്താണ് ഈ ഷെയറുകൾ പോകുന്നതൊക്കെ ആരാ വാങ്ങിക്കുന്നത്. കാരണം ഇതൊരു ആശുപത്രി എന്ന് പറയുന്നത് ഒരു വേറെ എന്തെങ്കിലും ഒരു ഷോപ്പ് പോലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കച്ചവട സ്ഥാപനം പോലെയോ നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് ശരിക്കും ഗവൺമെന്റിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ മാത്രം പ്രവർത്തിക്കാൻ പാടുള്ള ഒന്നാണ്. നൈതികമായി അല്ല, എല്ലാ എത്തിക്കൽ ക്ലിയറൻസോടുകൂടെ ഒരു ആശുപത്രി പ്രവർത്തിക്കാൻ പാടുള്ളൂ. പക്ഷേ നമ്മുടെ ഈ ആശുപത്രികൾക്ക്, ഇവിടെ നടക്കുന്ന പല ആശുപത്രിക്കെതിരെ സംസാരിക്കാൻ രോഗികൾക്ക് ഭയമാണ് എന്നുള്ളതാണ് സത്യം. ഈ നോവലിനകത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആരാണെന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അത് രോഗിയാണെന്ന് നമ്മൾ പറയാൻ വരുമ്പോൾ അത് ഡോക്ടറാണെന്ന് പറയുന്നു. എന്നാൽ അതേസമയം ഡോക്ടർക്ക് മുകളിൽ അത് ആ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ആണെന്ന് പറഞ്ഞു വെക്കുന്നതാണ് ഈ നോവൽ മുഴുവൻ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം. അത് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിട്ടാണ് രോഗികളെ കാണുന്നത് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഐശ്വര്യ നേരത്തെ കോർപ്പറേറ്റ് ആശുപത്രികളുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഹെൽത്ത് ടൂറിസം ഒരു വിഷയമായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ലോകം മുഴുവനുള്ള ആളുകളെ രോഗചികിത്സക്കായിട്ട് ഈ ഹോസ്പിറ്റലുകൾ എത്തിക്കുന്ന ഏജന്റുമാര്, അവർക്കുള്ള ടാർഗറ്റുകൾ, ഇങ്ങനെ നമുക്ക് കേട്ടാൽ വിചിത്രമെന്ന് തോന്നുന്ന ഒരു ലോകം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളുടെ ഈ പ്രവർത്തന രീതി എങ്ങനെയാണ് ആക്ച്വലി കാണുന്നത്? ഈ സെയിൽസ് വിങ് എന്നൊക്കെയുള്ള വാക്ക് ഞാൻ നോവൽ ഉപയോഗിച്ചിട്ടുണ്ട്. കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനത്തെ ഞാൻ കാണുന്നത് ശരിക്കും അവരൊരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ശരിക്കും അവർ ആശുപത്രികളെ കാണുന്നത്. നമുക്കിങ്ങനെ ഒരു വെറുതെയെങ്കിലും നമുക്ക് ചിലപ്പോഴൊക്കെ അവരുടെയൊക്കെ ബ്രോഷറുകളിലൊക്കെ കാണും വലിയ ഹ്യൂമാനിറ്റി, മാനവികത എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വാക്കുകൾ, അതിനുള്ള അവാർഡുകളൊക്കെ വലിയ വലിയ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് MD ഒക്കെ വന്ന് വാങ്ങുന്നത് കാണാം. പക്ഷെ അവിടെ ബില്ല് നമ്മൾ കൊടുക്കാതെ വരുമ്പോൾ, 2 ദിവസം നമ്മൾ ആ ബില്ല് കെട്ടാതെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ആശുപത്രിയുടെ മാനവികത എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നന്നായി അറിയാം, നമ്മൾ ഈ കാണുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും അവർ എന്തെങ്കിലും ഒരു പുണ്യപ്രവർത്തിക്ക് വേണ്ടിയിട്ടല്ല ശരിക്കും ഈ സ്ഥാപനം തുടങ്ങുന്നത്. അവർ കൃത്യമായ രീതിയിൽ അവർ ഇതിനെ അതായത് ഇതൊരു കച്ചവടം നടത്തുകയാണ് എന്നുള്ള വ്യക്തബോധ്യത്തോടു കൂടെ തന്നെയാണ് അവർ ശരിക്കും പറഞ്ഞാൽ ഈ ആശുപത്രികളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ആശുപത്രിയുടെ പ്രവർത്തനം ഇങ്ങനെയാണ് എന്നുള്ളത്, അല്ലെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് എടുത്തു പറയണം എന്ന് തോന്നി ഞാൻ ആ നോവലിൽ അത് എടുത്തെടുത്ത് എഴുതിയിരിക്കുന്നത്. അതിൽ തുടക്കം പറയുന്നുണ്ട്, അമരാവതി തോറ്റുപോകുന്ന ഇന്റീരിയറുകളുള്ള റിസപ്ഷനാണ് എന്നുള്ളത്. പല ഹോസ്പിറ്റലുകളുടെയും ശരിക്കും ഇന്റീരിയറുകളും അല്ലെങ്കിൽ അവരുടെ റിസപ്ഷൻ ഏരിയകളും മറ്റും കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. മാത്രമല്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഏത് സ്പെഷ്യലിസ്റ്റിനെ വേണം എന്നുള്ളത്. ഇന്നലെ ഞാൻ പോയ എറണാകുളം മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ചിട്ട് രേണു എന്ന് പറഞ്ഞ മാഡം ഇങ്ങനെ പറയണ്ടായി, ഇനിയിപ്പോൾ റൈറ്റ് ഐ സ്പെഷ്യലിസ്റ്റ്, ലെഫ്റ്റ് ഐ സ്പെഷ്യലിസ്റ്റ് എന്നൊന്ന് വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ ഇടത് കണ്ണ് നോക്കുന്ന ഡോക്ടറിനെയാണോ വേണ്ടത്? കാരണം നമ്മൾ അവയവങ്ങളായിട്ടാണ് അവിടെ വിൽപ്പനയ്ക്ക് അവർ വെച്ചിരിക്കുന്നത്. നമ്മുടെ ഓരോ അവയവങ്ങൾക്കും ഉള്ളതാണ്. എനിക്ക് കാലുവേദനയാണെങ്കിൽ ഞാൻ അവർക്കൊരു എല്ലാണ്. അപ്പോൾ ഞാൻ ഓർത്തോ സർജനാണ് എന്നെ നോക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് നയിക്കപ്പെടുകയാണ്. അപ്പോൾ അത്രമാത്രം ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ഇതിനെ വിപണിവൽക്കരിച്ചു കഴിഞ്ഞു. ഇപ്പം നമുക്ക് നമ്മളൊരു NH വഴി അല്ല നമ്മൾ ബൈപ്പാസ് വഴി പോകുമ്പോൾ നമുക്ക് കാണാം ഫുൾ ഫ്ലക്സുകൾ വെച്ചിരിക്കുന്ന ആശുപത്രികളുടെയാണ്. റോബോട്ടിക് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഞങ്ങളിവിടെ നടക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഇവിടെ വരൂ, തിമിര ശസ്ത്രക്രിയ, പല പല പാക്കേജുകളാണ്. എൻ്റെ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ ചെയ്യാൻ പോയപ്പോൾ അവരിങ്ങനെ പല പല പാക്കേജുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാഡം, ഇത് നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യൻ ലെൻസാണ്, പക്ഷേ അതിന് ഇത്ര നാളെ അതിനൊരു യൂസ് ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ അത് മങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാവുമ്പോൾ ജർമ്മനാണ്, ഇതാവുമ്പോൾ മറ്റേ അമേരിക്കനാണ്. അങ്ങനെ പല പല പാക്കേജുകൾ അവർ നമുക്ക് പറയാണ്.
ഇത് പറയാനായി വളരെ സുന്ദരിയായിട്ടുള്ള ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ കൗൺസിലിംഗ് റൂം എന്നൊക്കെ പറഞ്ഞ റൂമിൽ വിളിച്ചിട്ട് പോയിട്ടാണ് നിങ്ങൾക്ക് ഏത് തരം പാക്കേജാണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു ഡേറ്റ പ്ലാൻ ഒക്കെ എടുക്കുന്ന പോലെ, മൊബൈൽ ഡേറ്റ പ്ലാൻ ഒക്കെ എടുക്കുന്ന പോലെയാണിത്. അതുപോലെ ഡെലിവറി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിലത്തും മറ്റും ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ജനറൽ ഹോസ്പിറ്റലുകളുണ്ട്. ചെറിയ പായ വിരിച്ച് അമ്മയും കുഞ്ഞും കിടക്കുന്നു. അവിടെ നിന്ന് സുഖപ്രസവം കഴിഞ്ഞ് 3-ാം നാൾ പോകുന്നു. പക്ഷേ വലിയ സിസേറിയൻ സ്ഥലങ്ങളും മറ്റേ ഫാമിലികൾക്ക് ഇരിക്കാൻ പറ്റുന്ന ബർത്ത് സ്യൂട്ടുകളും ഹസ്ബൻഡിനും വൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളും ലേബർ സ്യൂട്ടുകളൊക്കെ ഉള്ള വലിയ വലിയ ബർത്ത് സെൻറ്ററുകളൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ആരോഗ്യം എന്നുള്ളത്, അല്ലെങ്കിൽ പരിചരണം, അല്ലെങ്കിൽ രോഗി ശുശ്രൂഷ എന്നുള്ളത് ഒരു പ്രീമിയം ബ്രാൻഡ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള രീതിക്ക് ചികിത്സിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ അവിടെ വന്നിട്ടുണ്ട്. ഇത് ഒരു ഡ്രസ്സിൻ്റെ കാര്യമോ ഭക്ഷണത്തിൻ്റെ കാര്യമോ ആകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പം വരില്ല. പണക്കാരൻ വളരെ ബ്രാൻഡഡ് ഡ്രസ്സുകൾ ഇടുന്നു, ഞങ്ങൾ ഖാദി ഇടുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു വ്യത്യാസം വരുന്നില്ല. പക്ഷേ ഞങ്ങൾ ശസ്ത്രക്രിയകൾ ചെയ്യുന്നു, നല്ല ശസ്ത്രക്രിയകൾ അവിടെ ചെയ്യുന്നു, സർക്കാർ ആശുപത്രികളിൽ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി ശസ്ത്രക്രിയകൾ ചെയ്യുന്നു, ക്യൂ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിലവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പൊതുജനാരോഗ്യം, നമ്മൾ ഒരു വലിയൊരു പാൻഡമിക്കോ അല്ലെ വലിയൊരു മഹാമാരിയോ വരുമ്പോൾ നമുക്ക് ഈ ഒരു അസന്തുലിതാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് സാമൂഹികമായി തന്നെ നമുക്കത് കാണാൻ പറ്റും. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ അവരുടെ യുദ്ധശക്തിയൊക്കെ വർദ്ധിപ്പിക്കുന്നത് പോലെയാണ് അവരവരുടെ മെഡിക്കൽ പവർ വർദ്ധിപ്പിക്കുക. അതിന് കാരണം ഇപ്പം ഞാൻ 2020 മൈഗ്രേഷൻ ആണ് എന്ന് ഞാൻ പറഞ്ഞു. 2020 ഈ കോവിഡ് വന്നതിന് ശേഷം ഒരുവിധം എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളും അവരുടെ ഈ മെഡിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ അവരുടെ ഈ മെഡിക്കൽ പവർ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അതിന് കാരണം ഞാൻ വളരെ സട്ടിലായ അതിൽ എഴുതിയിട്ടുണ്ട്, ചൈനയിൽ നിന്നാണ് ഇത് പുറപ്പെട്ടത് എന്നൊക്കെ. അപ്പൊ അന്നൊരു വലിയ കോൺസ്പിറസി തിയറി ഉണ്ടായിരുന്നു, ഇത് ഒരു ബയോ വാറാണ്, ഇതൊരു വൈറസ് മനഃപൂർവ്വം ഇത് മനുഷ്യ രാശിയിലേക്ക് ഇറക്കി വിട്ടതെന്നാണെന്നൊക്കെ. അപ്പൊ അന്ന് ഞാൻ ഈ UK ഉള്ള പല ചർച്ചകളിലും ഒക്കെ ഞാൻ കേട്ടൊരു കാര്യമാണ്, ഇനി വരാൻ പോകുന്ന ഒരു യുദ്ധം ഒരിക്കലും ഈ ബോംബ് നേരിട്ടിടുന്നോ അല്ലെങ്കിൽ മിസൈലുകളൊക്കെ കൊണ്ടിടുന്നത് പോലെ ആകണം എന്നില്ല. പകരം ഒരു വൈറസ് ആകാം, അല്ലെങ്കിൽ വൈറസുകളിലൂടെ ബയോ വാറുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വലിയ വൈറസ് നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരാശിക്ക് ഒരു പക്ഷേ വലിയൊരു അപകടകരമായിട്ടുള്ള ഒന്നായി മാറാം എന്നുള്ള പുതിയൊരു വൈറസ് ഇനി എവിടെന്നെങ്കിലും ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളും അവരുടെ ആ ഒരു മെഡിക്കൽ പവർ, ഈ സൈനിക ശക്തിയൊക്കെ വർദ്ധിപ്പിക്കുന്ന പോലെ തന്നെ അവരവരുടെ മെഡിക്കൽ പവർ, നമ്മുടെ ശരിക്കും നമ്മൾ വലിയ വലിയ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ വാങ്ങിക്കുന്നു. അതിർത്തികളിലൊക്കെ എത്രയോ പട്ടാളക്കാരെ ഇങ്ങനെ നിയോഗിക്കുന്നു. അതിനേക്കാളും കൂടുതൽ ആളുകൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നുണ്ട്. അതിനെ കൂടുതൽ ആളുകൾ രോഗം വന്ന് മരിച്ചു. ഇപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൊതുജനാരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്ത് പുറത്തുവന്ന CAG റിപ്പോർട്ട് പ്രകാരം ഏകദേശം 26ഓളം സർക്കാർ ആശുപത്രികളിൽ കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുത്തതായിട്ട് കണ്ടെത്തി എന്നുള്ള റിപ്പോർട്ട് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. കോവിഡിനെ കുറിച്ച് പറഞ്ഞു. കോവിഡിന്റെ സമയത്ത് PPE കിറ്റിന് വേണ്ടി ചെലവഴിച്ച തുക യഥാർത്ഥ തുകയേക്കാൾ എത്രയോ മടങ്ങാണ് എന്നുള്ള കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ കഴിയാത്ത, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അമിത വില ഈടാക്കിക്കൊണ്ട് വാങ്ങിക്കുന്ന രീതിയിലൊക്കെ നമ്മുടെ പൊതുജനാരോഗ്യ മേഖല ഇപ്പോഴും തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു പൊതുജനാരോഗ്യ മേഖല ഈ ഒരു ബോധ്യത്തിലേക്ക് ഇനിയും വളരാത്തത്? ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം നമ്മൾ കൃത്യമായ രീതിയിലുള്ള പഠനങ്ങളൊന്നും നടത്തുന്നില്ല. ഇനിയിപ്പോൾ പഠനങ്ങൾ നടത്തി ആരെങ്കിലും എന്തെങ്കിലും പുതിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ശുപാർശ ചെയ്താൽ തന്നെ അത് നടപ്പിലാക്കാൻ വളരെ ആർജവമുള്ള ഒരു വലിയൊരു ശൃംഖലയെ തന്നെ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ നഴ്സിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സാധാരണ ഒരു നഴ്സിംഗ്
ചികിത്സകളൊക്കെ ചെയ്യാൻ. അതായത് UK സാധാരണ ഒരാളെ കുളിപ്പിക്കുക, ആളുടെ മുറിവ്, അയാളുടെ പാഡൊക്കെ മാറ്റുക, ഇങ്ങനത്തതൊന്നും ചെയ്യാൻ അവിടെ നഴ്സുമാരെ അല്ല നിയോഗിക്കാറ്. അവിടെയുള്ള കേഡർമാരെയാണ് ശരിക്കും. അത് സാധാരണ മനുഷ്യരാണ്. നമുക്ക് ജില്ലാടിസ്ഥാനത്തിൽ നമുക്ക് ഈ കുടുംബശ്രീയൊക്കെ പോലെ നമുക്ക് രോഗികളെ പരിചരിപ്പിക്കാൻ ട്രെയിൻ ചെയ്ത ആളുകളെ എടുക്കാം. ഇതൊക്കെ മെയിൻ നഴ്സുമാർ, അതായത് കുറച്ച് ഹയർ ലെവലിലുള്ള നഴ്സിംഗ് കെയർ കൊടുക്കാൻ അവരെ പ്രാപ്തരാക്കുകയും നമ്മുടെ ഹോസ്പിറ്റലുകളിൽ തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കുറച്ചും കൂടി നമുക്ക് കുറച്ചുകൂടെ ആളുകളെ ട്രെയിൻ ചെയ്ത്, ഇവിടെ ശരിക്കും ഒരുപാട് മാൻ പവർ ഉണ്ട്. അപ്പോൾ രോഗികളെ വീട് വീടാന്തരം ചികിത്സിക്കുന്ന ഇതൊക്കെ ഗവൺമെന്റിന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ മരുന്നുകൾ, കാലാവധി കഴിഞ്ഞ മരുന്നുകൾ എന്നൊക്കെ കൃത്യമായ ഓഡിറ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഹോസ്പിറ്റലുകളിലും മറ്റും നടത്തേണ്ടിയിരിക്കുന്നു. എത്ര എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അതിനേക്കാളും കൂടുതൽ ഇപ്പോൾ മരുന്നുകളുടെ ടെൻഡറുകൾ എടുക്കുന്നവർ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മരുന്ന് വാങ്ങുന്ന ആളുകൾ, ഇവരുടെയൊക്കെ സുതാര്യത, ഇതിലൊക്കെയുള്ള സുതാര്യത, ഇതൊക്കെ വലിയൊരു വിഷയമാണ്. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും അത് നടപ്പിലാകാൻ പോകുന്നില്ല. ബ്യൂറോക്രസിക്ക് ഇടയിൽ എല്ലായിടത്തും മറ്റേ നിഴലി വീണ കറുത്ത പാടുകളും കറുത്ത പൊട്ടുകളൊക്കെ ഉണ്ടാവും. സംവിധാനത്തിൻ്റെ അകത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ തുരുമ്പ് പിടിച്ച് കിടപ്പുണ്ടാവും. അപ്പോൾ അത് മുഴുവൻ പരിഹരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു വിദേശ രാജ്യത്തെ പോലെ ആകുക എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയാം എന്നുള്ളതല്ലാതെ അതിന് വലിയ മുന്നേറ്റം തന്നെ ആരോഗ്യ മേഖലയിൽ നടക്കേണ്ടതുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ്. എനിക്ക് അതിന് ഇപ്പം എന്തെങ്കിലും കോൺസിക്വൻസ് വന്നാലും ഞാൻ സഹിക്കാൻ റെഡിയാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണ്. റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ ഞാൻ ജോലി ചെയ്തിരുന്ന സമയം ഞാൻ മെഡിക്കൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്തിരുന്നത് കുറച്ച് നാളുകൾ. അവിടെ അതിൻ്റെ ഹെഡായിരുന്ന ഒരു ഡോക്ടർ, അവർക്ക് വളരെ അറിയുന്ന, വളരെ പ്രിയപ്പെട്ട ഒരു അവരുടെ സ്പെഷ്യൽ ചികിത്സയിലിരിക്കുന്ന ഒരു രോഗി വന്ന സമയം അവർ പറഞ്ഞു, നമ്മുടെ ഗവൺമെന്റിന്റെ സാധാരണ സപ്ലൈ ഉള്ള അരാസിൻ, സൈറ്റരാബിൻ എന്ന് പറഞ്ഞ മരുന്നാണ് ശരിക്കും എല്ലാ രോഗികളും നമ്മുടെ RCCയുടെ ഫാർമസിയിൽ നിന്ന് വാങ്ങി എടുക്കുന്നത്. ഇവർക്ക് വളരെ താല്പര്യമുള്ള രോഗികൾ വരുമ്പോൾ മാത്രം ഇവർ പ്രത്യേകം പറയും, ഫൈസർ കമ്പനിയുടെയോ GSK കമ്പനിയുടെയോ മരുന്ന് പുറത്തുനിന്ന് വാങ്ങിയിട്ട് വരണം എന്ന്. അപ്പോൾ 3 വർഷം നടക്കുന്ന ഒരു കീമോതെറാപ്പിക്ക്, 3 വർഷത്തോളം നീളുന്ന 1.5-2 വർഷം നീളുന്ന കീമോതെറാപ്പിക്ക് അവർ സ്വകാര്യമായ അവർക്ക് അറിയുന്ന രോഗിയോട് അവർ പറയുകയാണ്, GSK കമ്പനിയുടെയോ ഫൈസറിൻ്റെയോ മരുന്ന് വാങ്ങി വരണം എന്ന്. അപ്പോൾ നമുക്കിങ്ങനെ മരുന്ന് എടുക്കുന്ന ട്രേകൾ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ടാവും. അപ്പോൾ ഇന്ന ആളുടെ ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങി വെച്ചിരിക്കുന്ന ഈ മരുന്ന് കാണുമ്പോൾ നമ്മൾ പറയും, ഇന്ന മാഡത്തിൻ്റെ പേഷ്യൻ്റാണ് എന്ന്. പുറത്തുനിന്നുള്ള ആ മരുന്ന് അവരോട് വാങ്ങാൻ ഇവർ പറയണം എന്നുണ്ടെങ്കിൽ ആ ആശുപത്രിയിൽ ബാക്കിയുള്ള രോഗികൾക്ക് കൊടുക്കുന്ന മരുന്നിൽ അവർക്ക് എന്തോ ഒരു വിശ്വാസക്കുറവുണ്ട് എന്നുള്ളതല്ലേ ഞാൻ ഒരു സ്റ്റാഫ് എന്ന രീതിയിൽ മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഞാനിത് തുറന്നു പറയുകയാണ്. പക്ഷെ എനിക്ക് ആ മാഡത്തിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അവർ റിട്ടയർ ആയി പോയി. പക്ഷെ എന്നാലും ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് കൂടിയാണ് ഐശ്വര്യ പറയുന്നത്. ഇതിന് സമാനമായിട്ട് തന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒന്ന്, പ്രധാനമന്ത്രി പദ്ധതിയിലൂടെ നടപ്പിലാക്കിയിട്ടുള്ള ഔഷധശാലകളിൽ വിൽക്കുന്ന മരുന്നുകളുടെ ഗുണനിലവാരം ഇല്ലായ്മയെ കുറിച്ചാണ്. വളരെ തുച്ഛമായ വിലയിൽ മരുന്നുകൾ കൊടുക്കുകയും അതേസമയം വളരെ നിലവാരം കുറഞ്ഞ മരുന്നുകൾ കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു പരാതിയും ഇതോടൊപ്പം തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ പൊതുജനാരോഗ്യ മേഖലയിൽ സത്യത്തിൽ ആളുകളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കൺസേൺ വളരെ കുറവാണ് എന്ന് തന്നെയാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. ആണ്. കാരണം നമ്മൾ പഠിക്കുമ്പോൾ ക്വാളിറ്റി കെയർ കൊടുക്കുക, കോംപ്രിഹെൻസീവ് കെയർ കൊടുക്കുക എന്നൊക്കെ ഘോരഘോരം പഠിക്കാറുണ്ട് നഴ്സിംഗ് പഠനകാലത്ത്. പക്ഷേ നമ്മൾ ഒരു സർക്കാർ ആശുപത്രികളിൽ പോവുകയാണെങ്കിൽ ഒരു നഴ്സ് ശരിക്കും ഒരു ഇഞ്ചക്ഷൻ തൊഴിലാളിയെ പോലെയാണ്. ഒരു 80-90 രോഗികളുള്ള ഒരു വാർഡിൽ നിലത്തും കട്ടിലിന് താഴെയും, മാത്രമല്ല ഇങ്ങനെ നിലത്തും കട്ടിലിന് താഴെയൊക്കെ കിടക്കുന്ന എത്ര മനുഷ്യത്വരഹിതമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴാണ്. അവിടെ ഒരു രോഗിയെ നിലത്ത് കിടത്തുക എന്നുള്ളത് അവർക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. പക്ഷേ മെഡിക്കൽ കോളേജിലൊക്കെ പോവുകയാണെങ്കിൽ ഓക്കെ, നിലത്ത് കിടത്തുന്നത് വിഷം അടിച്ച ആളുകൾ നിലത്ത് കിടത്തു, എന്തൊരു ശിക്ഷ പോലെയൊക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചില സെലക്ട് ചെയ്ത ആളുകളുണ്ട് നിലത്ത് കിടത്താനായിട്ട് എന്നുള്ള രീതിക്കാണ്. അപ്പോൾ ഇത്രയും ഈ നിലത്തും വരാന്തയിലും ഒക്കെ കിടക്കുന്ന രോഗികൾക്ക് കുറേ ഇഞ്ചക്ഷനുകൾ കൊടുക്കുക എന്നുള്ളതിലുപരി
ഒരു ക്വാളിറ്റി കെയർ കൊടുക്കാൻ, അല്ലെങ്കിൽ എന്താണ് ആ ആൾക്ക് മാനസികമായും അയാൾക്ക് എല്ലാം കൊണ്ടും എന്താണ് ആ മനുഷ്യൻ ഒരു രോഗശയ്യയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു കെയർ കൊടുക്കാനൊന്നും ഇവിടെ ഒരു നഴ്സിംഗ് സംവിധാനത്തിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വൈറസ് വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു വല്ലാത്ത അനുഭവം ഉണ്ടായത്, കോവിഡ് കാലത്ത് നമ്മൾ അനുഭവിച്ച പല ട്രോമകളും തിരിച്ചു വന്ന പോലത്തെ ഒരു അസ്വസ്ഥത എനിക്ക് ഉണ്ടായിരുന്നു. അത് ഈ നോവലിന്റെ ഒരു സവിശേഷതയായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മളൊരു ടൈം ട്രാവൽ ചെയ്തിട്ട് ആ കാലഘട്ടത്തിലേക്ക് വീണ്ടും ചെന്ന് കുടുങ്ങുന്നത് പോലത്തെ ഒരു അനുഭവം ഇതിന്റെ അവസാന ഘട്ടങ്ങളിലൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, മലയാള സാഹിത്യത്തിൽ ഇത്തരത്തിലുള്ള മെഡിക്കൽ ഫിക്ഷനുകൾ അല്ലെങ്കിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന സാഹിത്യ രചനകൾ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഈ അടുത്ത് ഇങ്ങനെ കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരുടെ പലായനവുമായിട്ട് ബന്ധപ്പെട്ട് ബെന്യാമിൻ ഒരു നോവൽ എഴുതിയുണ്ടായി, നിശബ്ദ സഞ്ചാരങ്ങൾ എന്നുള്ള പേരിൽ. അതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ, കേരളം രൂപപ്പെടുന്നതിനൊക്കെ മുമ്പ് തന്നെ കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ട് തൊഴിലെടുത്തിരുന്ന, കുടുംബം പുലർത്തിയിരുന്ന, തലമുറകളെ വളർത്തിയിരുന്ന നഴ്സുമാരെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ലോകമഹായുദ്ധങ്ങളിൽ പങ്കെടുത്ത മലയാളികളായ നഴ്സുമാരെ കുറിച്ചൊക്കെ അതിൽ സൂചിപ്പിക്കുന്നുണ്ട് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ നിലയ്ക്ക് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് കൂടിയാണ് അതിൻ്റെ മറ്റൊരു വശത്തു നിന്നുള്ള ഒരു നോവൽ എന്നുള്ളതൊക്കെ ഞാൻ വൈറസ് വായിക്കുന്നത്. വൈറസ് എൻ്റെ ഒരു രചനയെക്കുറിച്ച് എനിക്ക് തോന്നിയത് അതൊരു തുറന്നെഴുത്ത് തന്നെയാണ് സത്യത്തിൽ. അത്രത്തോളം ഉള്ളിലടക്കി വെച്ച രോഷം മുഴുവൻ പുറത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് എഴുതപ്പെട്ട, അതിൻ്റെ ഭാഷയിലും അതിൻ്റെ രചന രീതിയിലുമൊക്കെയും ആ ഒരു രോഷപ്രകടനത്തിൻ്റെതായിട്ടുള്ള മുദ്രകൾ അനവധിയുണ്ട്. എന്നാൽ ഇത്രയധികം വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു മേഖല എന്നുള്ള നിലക്ക്, അതിൽ നിന്ന് വരുന്ന ഒരു സാഹിത്യ സൃഷ്ടി എന്നുള്ള നിലക്ക് സവിശേഷമായിട്ടൊരു പ്രാധാന്യം തന്നെ വൈറസിനുണ്ട്. മലയാളത്തിൽ ഇപ്പോൾ ബെന്യാമിൻ്റെ ഈ നോവൽ, അല്ലെങ്കിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മരുന്ന് എന്ന് പറയുന്ന നോവൽ, ഇങ്ങനെ നമുക്ക് ഓർമ്മയിൽ വരുന്നത് വളരെ കുറച്ച് പുസ്തകങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ സാഹിത്യ മേഖലയിലെ ഇത്തരം ഇടപെടലുകൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, ഇനിയുള്ള ഐശ്വര്യയുടെ എഴുത്തുകൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളോട് പറഞ്ഞ് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. ഒത്തിരി സന്തോഷം. കാരണം ബെന്യാമിൻ്റെ നോവലിൻ്റെ ഒരു തുടർച്ചയായി തോന്നി എന്ന് പറഞ്ഞത്, ശരിക്കും മെഡിക്കൽ ഫിക്ഷൻ ഒരു റോബിൻ കുക്കിൻ്റെയൊക്കെ ശരിക്കും UK പോലുള്ള, ഇപ്പം ഞാൻ പഠിച്ച സ്ഥലങ്ങളിലൊക്കെ കേംബ്രിഡ്ജും ലണ്ടനിലൊക്കെ ഒരുപാട് മെഡിക്കൽ ഫിക്ഷൻ പുസ്തകങ്ങളുണ്ടാവും. ഇവിടെ അങ്ങനത്തെ ഒരു വിഭാഗത്തിൽ ഉള്ള പുസ്തകങ്ങൾ വളരെ കുറവാണ്. എങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ മെഡിക്കൽ ഫിക്ഷൻ ഒരു ആളുകൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒന്നാണ്. മെഡിക്കൽ ത്രില്ലറുകൾ, ആശുപത്രിക്കുള്ളിൽ നടക്കുന്ന നിഗൂഢതകൾ, അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ വരുന്ന നോവലുകളും മറ്റും. അപ്പോൾ എനിക്ക് മലയാളത്തിൽ ഇനിയും ഇപ്പം എൻ്റെ വൈറസിന് ശേഷം ആരെങ്കിലും പ്രചോദനം ഉൾക്കൊണ്ട് മെഡിക്കൽ ത്രില്ലറുകൾ, മെഡിക്കൽ ഫിക്ഷനുകളൊക്കെ കൂടുതൽ എഴുതട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത് എഴുതിയത് പക്ഷേ ഉറപ്പായിട്ടും ആ കണ്ടെത്തൽ വളരെ കറക്റ്റാണ്. ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് അമർഷം ഉണ്ടായിരുന്നത് അതൊന്ന് വെന്റിലേറ്റ് ചെയ്യാം, അതൊന്ന് ആ ഭാരം ഒന്ന് ഒഴിച്ചു വെക്കാം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഈ നോവൽ എഴുതിയത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കുറച്ചൊരു അപക്വമായിട്ടാണ് ഇപ്പോൾ നോക്കി കാണുന്നത്. കാരണം ആർട്ട് ഈസ് ഫോർ ദ സേക്ക് ഓഫ് ആർട്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കല എപ്പോഴും കലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആസ്വാദനം അല്ലെങ്കിൽ അതിൻ്റെ സൗന്ദര്യം തന്നെയാണ് കലയുടെ ഏറ്റവും വലിയ ഒരു അതിൻ്റെ ആ ഒരു തുങ്കം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പോയിന്റ് അത് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു നോവൽ എഴുതുമ്പോൾ ഇതൊരിക്കലും ഇങ്ങനെ അച്ചടിച്ച് വരുമെന്നോ, അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെ ആയി മാറുമെന്നോ, അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കപ്പെടുമെന്നോ ഒന്നും തോന്നാത്തൊരു കാലത്ത് നമുക്ക് ഒരു ദൈനംദിന അക്ഷര വ്യായാമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു നോവൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എഴുതിയതാണ്. അതുകൊണ്ട് തന്നെ എന്നിൽ ദേഷ്യമുണ്ടാക്കി, അല്ലെങ്കിൽ എന്നിൽ അമർഷം നിറച്ച ഓരോന്നും ഞാൻ അതിലൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷേ അതിനുവേണ്ടി നമ്മളൊരു ഫിക്ഷൻ നിർമ്മിക്കുകയാണ് ചെയ്തത്. പക്ഷേ അത് ഇനിയൊരു രചനയിലേക്ക് ഞാൻ പോകുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ എൻ്റെ വൈകാരികതയെ ഒരുപാട് ആളിക്കത്തിക്കാത്ത രീതിയിൽ വളരെ പക്വതയോടുകൂടി വളരെ ചിന്തിച്ച് എഴുതണം എന്നുള്ളതൊക്കെയാണ് ഒരു ചിന്ത. പിന്നെ ഇതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ
അത് അവിടെയുള്ള ജനങ്ങൾ അറിയണമല്ലോ എങ്ങനെയാണ് ഇത്രമാത്രം ഓവർസീസ് നഴ്സസ് അവർക്കിടയിൽ വരുന്നത്. അപ്പോൾ അത് വേറെ ആ ഒരു പശ്ചാത്തലത്തെ കുറച്ച് മാറ്റി എഴുതുന്ന രീതിക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ 1-2 നോവലുകളൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ ഇത് തന്നെ ഞാൻ വളരെ വേഗത്തിൽ എഴുതി എന്നുള്ളൊരു കുറ്റബോധം എനിക്കുണ്ട്. കാരണം 2020 നടന്നൊരു കാര്യം ഇത്രയും വേഗം 2024 നോവലാക്കി ഇറക്കുന്നത് ഒരു എഴുത്തുകാരി എന്നുള്ള രീതിയിൽ അത്ര പക്വതയുള്ളതല്ല എന്ന് എനിക്ക് തോന്നലുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി കാലാവധി എടുത്ത് വളരെ പക്വമായി കുറച്ചും കൂടി മെച്ചുവറായ ഒരു സൃഷ്ടിയായിട്ട് കുറച്ചുകൂടെ കാലത്തിന് ശേഷം തിരിച്ചു വരണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അശാന്തിയുടെ വിദൂര ദൃശ്യങ്ങളെ മറച്ച് വിമാനം മേഘങ്ങളെ വകഞ്ഞു നീങ്ങി. നീലാകാശത്തിന്റെ സ്വച്ഛന്തതയിൽ ഇസ കണ്ണുകൾ അടച്ചു. അവിടുത്തെ അനാദിയായ കൈക്കുമ്പിളിലെ പ്രാണന്റെ നീലജലത്തിൽ എഴുന്നു നിൽക്കുന്ന ഒരു ചെറു ജീവനാണ് ഞാൻ. അങ്ങയുടെ അപാരമായ ദയ എൻ്റെ വിരലുകൾ നിറയ്ക്കണമേ.